കഴിഞ്ഞ 8 മാസത്തിലധികമായി കൃത്യമായി പറഞ്ഞാൽ 266 ദിവസം സെക്രട്ടേറിയറ്റ് പടിക്കൽ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരം ആശമാർ നിർത്തിയിരിക്കുകയാണ്. സമരം തുടങ്ങി 266-ാമത്തെ ദിവസത്തിലാണ് സമരം അവസാനിപ്പിക്കുന്നതായുള്ള പ്രഖ്യാപനം വരുന്നത്. എന്നാൽ സർക്കാർ നൽകിയ നക്കാപ്പിച്ച 1000 രൂപ ഓണറേറിയം വർധന വാങ്ങി പോക്കറ്റിലിട്ട് സമരം അവസാനിപ്പിച്ച് വീട്ടിൽ പോകാനുള്ള തീരുമാനമല്ല ആശമാർ കൈക്കൊണ്ടിട്ടുള്ളത്. സമരം കൂടുതൽ ശക്തമാക്കുകയാണ്. ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. അത് പക്ഷേ സെക്രട്ടേറിയറ്റ് പടിക്കലോ മറ്റെവിടെയെങ്കിലുമോ പന്തൽ കെട്ടിയുള്ള സമരമാകില്ല. ഓരോ വീട്ടിലും സമരം എത്തുന്ന രീതിയിലാണ് പുതിയ സമര പരിപാടികൾ ആശമാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. ആശമാരുടെ പുതിയ സമരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് ക്ഷീണമുണ്ടാക്കും എന്നാണ് വിവരം. LDF-നും വലിയ തിരിച്ചടിയാകും. സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്ന് അവസാനിപ്പിക്കുന്ന സമരം ഓരോ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് തീരുമാനം. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നെതിരായ പ്രചാരണമാണ് സമരരീതിയിൽ ഉണ്ടാകുന്ന പ്രധാനമായ മാറ്റം. ആശമാരെ അവഗണിച്ചവർക്കെതിരെ വിധി എഴുതണമെന്ന് ആവശ്യപ്പെട്ട് വീടുകൾ തോറും കയറിയിറങ്ങി ക്യാമ്പയിൻ നടത്താനും ആശാ സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിൽ CPM-നും LDF-നും ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതാകില്ല. വേതന വർധന ആവശ്യപ്പെട്ട ആശമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ആരംഭിച്ചതു മുതൽ CPM-നും LDF-നും അത് തലവേദനയാണ്. ആശാപ്രവർത്തകർ നടത്തിയ പട്ടിണി സമരവും രാപ്പകൽ സമരവും വലിയ രീതിയിൽ തന്നെ LDF-ന് പ്രതികൂലമായി തിരിച്ചടിച്ചിരുന്നു. ഇനി ആ സമരം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രീതിയിൽ വീടുകളിലേക്ക് എത്തിയാൽ അത് ഏത് രീതിയിലായിരിക്കും സർക്കാരിനും LDF മുന്നണിക്കും അതിന് നേതൃത്വം നൽകുന്ന CPM-നും പ്രതികൂലമായി ബാധിക്കുക എന്ന് കണ്ടറിയേണ്ടി വരും. സമരം നടത്തുന്ന ആശമാർക്ക് പ്രതിമാസം ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രമം. എന്നാൽ പതിവ് ഗിമ്മിക്ക് നടക്കില്ല എന്ന് ആശമാരുടെ പുതിയ പ്രഖ്യാപനത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്കും സർക്കാരിനും മനസ്സിലായി. 265 ദിവസം സമരം ചെയ്തപ്പോഴും തിരിഞ്ഞു നോക്കാതിരുന്ന സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ് 1000 രൂപ എന്ന നിസ്സാരമായ വർധനവ് വരുത്താൻ തയ്യാറായത് തന്നെ. അതായത് പ്രതിദിനം 33 രൂപയെന്ന തുലവും തുച്ഛമായ വർധനവ്. ഈ സർക്കാർ സമരം ചെയ്യുന്ന ആശമാരോട് കാണിക്കുന്ന അനുകമ്പയില്ലായ്മയുടെ തെളിഞ്ഞ ഉദാഹരണമാണ് ഈ നിസ്സാര വർധനവ്. വർധനവ് നിസ്സാരമെങ്കിലും അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ആളുകൾ ധാരാളം ഉണ്ട് എന്നതും ഓർക്കണം. ഓണറേറിയം വർധനയുടെ ക്രെഡിറ്റിന് സമരം നടത്തിയില്ലെങ്കിലും CITU ആശമാർ രംഗത്തെത്തുകയും ചെയ്തു. സമരം ചെയ്ത ഈ 8 മാസക്കാലവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ പോലും ഈ സമരപ്പന്തലിൽ എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. പലകുറി സമരക്കാർ ആവശ്യപ്പെട്ടിട്ട് പോലും മുഖ്യമന്ത്രി സമരപ്പന്തലിലേക്ക് തിരിഞ്ഞു നോക്കാനോ സമരക്കാരെ കേൾക്കാനോ തയ്യാറായില്ല. അങ്ങനെ ഒരു കൂട്ടം മനുഷ്യർ അവിടെ ജീവിത സമരവുമായി ഇരിക്കുന്നുണ്ട് എന്ന് പോലും മുഖ്യമന്ത്രി ഗൗനിച്ചില്ല. മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ മന്ത്രി വീണ ജോർജ് പോലും ഉദാസീനമായ നിലപാടാണ് സമരത്തോട് സ്വീകരിച്ചത്. അവരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർണമായി പരിഗണിക്കാനോ കേൾക്കാനോ തയ്യാറായില്ല എന്ന് മാത്രമല്ല, പലകുറിയായി സമരത്തെയും സമരക്കാരെയും അവഹേളിക്കുന്ന സമീപനമാണ് സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി വീണ ജോർജും ഉൾപ്പെടെ സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം നിസ്സാരമായാണ് ഈ സമരത്തെയും സമരം ചെയ്യുന്ന സ്ത്രീകളെയും സർക്കാർ കണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകും. ആശാ സമരത്തെ സർക്കാർ കൈകാര്യം ചെയ്ത രീതിയും ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ തീർത്തും മനുഷ്യത്വ വിരുദ്ധമായാണ് സമരത്തെ നേരിട്ടത്. ഏതാനും ദിവസം മുൻപ് രാഷ്ട്രപതി കേരളത്തിലെത്തിയ ദിവസം ആശമാർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അന്ന് ആ സമരത്തിന് നേർക്ക് ക്രൂരമായ മനുഷ്യവേട്ടയാണ് സർക്കാർ നടത്തിയത്. പോലീസിനെ ഉപയോഗിച്ചുള്ള മനുഷ്യവേട്ട സ്ത്രീകളടക്കമുള്ള സമരക്കാർക്ക് നേരെ നടന്നു. ഇത് സർക്കാരിന്റെ സമരങ്ങളോടുള്ള ഇരട്ടത്താപ്പും അധികാര ദുഷ്പ്രഭുത്വവുമാണ് സൂചിപ്പിച്ചത്. ഒടുവിൽ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ആശമാരെ തണുപ്പിക്കാനും പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനും തുച്ഛമായ 1000 രൂപ എന്ന വർധനവ്. പക്ഷേ അതുകൊണ്ടൊന്നും ഇനി കണ്ണിൽ പൊടിയിട്ട് പറ്റിക്കൽ നടക്കില്ല എന്ന ആശമാരുടെ പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രീതിയിലുള്ള സമരത്തിന്റെ രൂപമാറ്റം. സമരക്കാരെ ഗൗനിക്കാതിരുന്നതും സമരം ചെയ്തതിന് സ്ത്രീകൾ അടക്കമുള്ളവരെ തല്ലിച്ചതച്ച് പോലീസ് നടത്തിയ മനുഷ്യവേട്ടയുമെല്ലാം ഇന്നാട്ടിലെ ജനങ്ങൾ കണ്ടതാണ്, ഇപ്പോഴും കാണുന്നുമുണ്ട്. ഓണറേറിയം വർധന പറ്റിക്കലാണ് എന്ന് ജനം മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആശമാർ പ്രചാരണത്തിനിറങ്ങിയാൽ അതിന്റെ പ്രത്യാഘാതം LDF-ന് വളരെ വലുതായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ ആശമാർ സർക്കാരിനെതിരെ പ്രചാരണത്തിനിറങ്ങിയാൽ മൂന്നാം തുടർഭരണം എന്ന സ്വപ്നം
LDFന് കയ്യെത്തിപ്പിടിക്കാനാകാത്ത വിദൂര സ്വപ്നമായി മാറുമോ എന്ന ആശങ്കയും LDFനുണ്ട്.